എങ്ങനെയാ മൊത്തത്തിലൊരു ട്രെൻഡ് ആദ്യം 100 എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിന്നലെ പാണക്കാട്ട് പോയപ്പോൾ തങ്ങൾ പറയുന്നത് കേവല ഭൂരിപക്ഷം കടക്കും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഗ്രൗണ്ടിൽ എന്താ റിയാലിറ്റി? ഗ്രൗണ്ടിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു വികാരം വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും 100+ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എല്ലാ മേഖലകളും എടുത്തു നോക്കൂ, എല്ലാ സ്ഥലങ്ങളും. ഞാനിതിപ്പോൾ കൂടുതലായിട്ട് ഞാനൊരു രാഷ്ട്രീയ ചർച്ചയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് കിടക്കുന്നില്ല. പക്ഷേ സമസ്ത മേഖലകളിലും ആളുകൾ എല്ലാ അർത്ഥത്തിലും ഒരു വിരക്തി, അത് സ്ത്രീകളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഏത് മേഖല എടുത്താലും സാമ്പത്തികമായി തകർന്നു കേരളം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും 100+ ആയിരിക്കും. അതായത് ആ ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാക്കിയാൽ അല്ലെ, തിരിച്ചറിഞ്ഞാൽ 100 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ മറ്റെന്തോ ഉണ്ട്. അതുണ്ട്. അത് ഞാൻ പറയാൻ എന്താണെന്നുള്ളത്, ഈ UDFനെ സംബന്ധിച്ച് ഇപ്പോൾ PRDയുടെ ഈ പറയുന്ന പരസ്യ ബോർഡുകളെല്ലാം ഇവിടെ പരസ്യ ബോർഡുകളാക്കി മാറ്റി. അതുപോലൊരു സാഹചര്യം ഒരിക്കലും UDFന് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് നോക്കൂ, എത്ര ബോർഡുകളായിരിക്കും ഒരു 100 മീറ്ററിലുള്ളത് അല്ലെങ്കിൽ ഒരു 500 മീറ്ററിനുള്ളിലുള്ളത്. നമുക്ക് ഒരിക്കലും കേരള ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള പരസ്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ സാമ്പത്തികമായി ചെലവാക്കിക്കൊണ്ട് പരസ്യം കൊടുക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് കുറേയൊക്കെ ഈ പരസ്യം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ബാധിക്കുമായിരിക്കാം. പക്ഷെ അതൊന്നും ഇതിന് വലിയൊരു ഘടകമാണ് എന്നല്ല. ചിന്തിക്കുന്ന പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിലുള്ള ആളുകളുടെ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അത് UDFന് അനുകൂലമായ വോട്ടായി മാറും. തരംഗമാവും തീർച്ചയായും. തരംഗമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. തരംഗത്തിന്റെ തിരയിളക്കമുണ്ട്. തരംഗമാകുമോ എന്നുള്ളത് കാത്തിരുന്നു. വരും ദിവസങ്ങളിൽ ഇനിയും നമ്മുടെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക്